ഹലോ ഗൈസ്, ഞാൻ കുറേ നാളായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ച് ഏറ്റവും അവസാനം തുടങ്ങിയിരുന്നു. പക്ഷെ ഇതുവരെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ബോറടിച്ചിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ചങ്ക് അച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് ഇവളും പറഞ്ഞു, ഇന്ന് എടുക്ക്, നമുക്കിതുപോലെ ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ഷോർട്സ് മാത്രമേ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് വലിയ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായില്ല. പക്ഷെ ഇനി തൊട്ട് ആക്റ്റീവ് ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതെ, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുറച്ച് കുഞ്ഞൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അമ്മയച്ഛനും ഇല്ല. സോ ഞങ്ങൾ വിചാരിച്ചത് അപ്പം അമ്മ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി തന്നെ കഴിച്ചോളാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ഹെൽപ്പിന് എൻ്റെ കൂട്ടുകാരിനെ വിളിച്ചു. സോ ലെറ്റ്സ് കുക്ക് ടുഗദർ. ഈ വീട്ടില് എന്താന്ന് പോലും അറിയില്ല. അല്ല, ഞാൻ ഇപ്പൊ ഫ്രിഡ്ജ് ഞാൻ കാണിച്ചു കൊടുത്തു. അയ്യോ, അപ്പൊ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല, അതാണ് സംഭവം. അപ്പൊ ഞങ്ങള് വിചാരിച്ചത് മുട്ടച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം പച്ചക്കറികളൊക്കെ കണ്ടിട്ട് എന്തുണ്ടാക്കാൻ ഐഡിയ ഇല്ല, നമുക്ക് പ്രത്യേകിച്ച് അറിയൂല. സോ മുട്ടച്ചോറ്. അപ്പൊ പുള്ളിക്കാരി തക്കാളി ഉണ്ട്, നമ്മൾ 4x എടുത്തിട്ടുണ്ട്, കാണുന്നില്ല ഗൈസ്. അതൊക്കെ അവസാനം കാണിക്കും. അത് നമ്മൾ തക്കാളി കുരുകുരുന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ എന്റെ ഫ്രണ്ട്സ് ഒഴികെ ആരെങ്കിലും പുറത്തുനിന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ജീവിക്കണേന്നൊക്കെ ഒന്ന് അറിയാനൊരു കൗതുകം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാം. പിന്നെ ആക്ച്വലി പിന്നെ കുറച്ച് ഫ്യൂ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പൊ ഞാൻ കുറെ കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് തുടർന്ന് വീഡിയോസ് ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് അവസാനം എന്തായാലും ഞാൻ പറയും. ഞാനും പഴയ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ തുടങ്ങാൻ താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പോലെ മടി പിടിച്ചിരിക്കാണ്ട് തുടങ്ങാൻ നോക്കാം. ഒറ്റ മൈൻഡ്. പിന്നെ ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ചോണ്ടിരുന്ന എന്നെ പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഏറ്റവും അവസാനം ഇവരൊക്കെ കേട്ടോ. അപ്പൊ ഏറ്റവും അവസാനം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും, ചെയ്യ് വീഡിയോസ് ഇട്ട്, ചെയ്ത് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അവരൊക്കെ സപ്പോർട്ടുള്ളതാണ് ഞാൻ ചെയ്യണേ. എന്റെ വീട് ചാലക്കുടിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഗൈസ്. നമ്മള് ഒരുമിച്ച് 10th വരെ പഠിച്ചാണ്. പക്ഷെ ആ സമയത്ത് അതിനൊരു സ്റ്റോറി ഉണ്ട്. ഞങ്ങള് LKG തൊട്ട് 10 വരെയൊക്കെ ഏറെക്കുറെ സെയിം ക്ലാസ് അല്ലെങ്കിലും സ്കൂളൊക്കെ ഒരുമിച്ചായിരുന്നു. 8ാം ക്ലാസ് തൊട്ട് സെയിം ക്ലാസ് ആയിരുന്നു, 8 to 10th വരെ. അപ്പോഴൊക്കെ ഞങ്ങള് ഭയങ്കര, അതായത് അങ്ങനെ പറയില്ല, അവള് ഷോയാണ് ഇവള് ഷോയാണ് അതുപോലെയായിരുന്നു. അവള് വിചാരിച്ചു ഞാൻ ഭയങ്കര ഷോയാണ്, ഭയങ്കര സാധനം വെച്ചിട്ട് രണ്ടും സംസാരിക്കാനേ വന്നിട്ടില്ല. പക്ഷെ എന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ സംസാരിക്കും. എന്റെ മൈൻഡും ചെയ്തായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെയാണ് ബേസിക്കലി. എന്നോട് സംസാരിക്കാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ പോയില്ല, ഞങ്ങൾക്ക് ഇത്തിരി കംഫർട്ടബിൾ ആണ്. അപ്പൊ സംസാരിച്ചിരുന്നിട്ട് +1 +2 ഞാൻ വേറെ സ്കൂളിൽ പോയി, ഇവിടെ അവിടെ തന്നെയായിരുന്നു. അപ്പോഴാണ് +1 സമയത്തൊക്കെ ഞങ്ങള് ചാറ്റിങ് തുടങ്ങി, വാട്സാപ്പിൽ പറഞ്ഞ് സംസാരിച്ചു. അന്ന് സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല, വീട്ടുകാരുടെ ഫോണിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോഴാണ് വായ്പുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങള് സംസാരിച്ച് ഭയങ്കര കൗതുകി. പിന്നെ പിന്നെ മര്യാദക്ക് കാണാമെന്ന് തോന്നുന്നു. നേരിട്ടൊക്കെ കണ്ട് കറങ്ങാൻ പോക്കും അങ്ങനെയൊക്കെ ഭയങ്കര ഫ്രണ്ട്സായി. അങ്ങനെ അതിന് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അത്. അങ്ങനെ പിന്നെ പറയാനുള്ള ഇത്ര നാളും എനിക്ക് തുടങ്ങാനായിട്ടൊരു മടി ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് ശബ്ദം. പക്ഷെ ഞാനായിരുന്നു ഗൈസ് മോട്ടിവേഷൻ. ഞാനിങ്ങനെ പറയും കുഴപ്പമില്ല, എല്ലാവർക്കും എന്തായാലും ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു തകരാറ് ദൈവം കൊടുക്കുമല്ലോ, അതാന്ന് എന്റെ തകരാറായിട്ട് ഞാൻ വിചാരിക്കുള്ളൂ. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്റെ വർത്താനം ഇങ്ങനെയൊക്കെ. പാട്ട് പാടും, ഒരു പാട്ട് പാടി കൊടുത്തോളൂ. അതൊക്കെ ഞാൻ കുറച്ചായിട്ട് ഞാൻ എന്റെ പാട്ടും ഇതൊക്കെ ഡാൻസ് ഞാൻ ഓൾറെഡി കളിക്കുന്നത്, ഡാൻസ് വീഡിയോസ് ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ നോക്കിക്കോളൂ. അപ്പൊ എന്താ വെച്ചാ അപ്പൊ വർത്താനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും, ഓ കാണുമ്പോ എന്താണ്, പക്ഷെ വാ തുറക്കാൻ പോയിന്ന് പറയും. അപ്പൊ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഓൺ വോയിസ് ചെയ്യുമ്പോൾ എന്റെ ഫസ്റ്റ് ഓൺ വോയിസ് എന്റെ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ഞാൻ ഓൺ വോയിസ് ഇടാണ്.
ഇത് ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മാക്സിമം ഇടാൻ നോക്കും, ലൈറ്റിന് സംഘടിച്ച് ഞാൻ ഇടും. അപ്പോൾ ആയിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് കാര്യമില്ല, സൗണ്ടിനെ ഓർത്ത് ഇത് ചെയ്യാണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് ഇവളുടെ മോട്ടിവേഷൻ. സോ സപ്പോർട്ട്. സോ ഈ വ്ളോഗൊക്കെ സമയമാണ് സത്യം. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഈ വ്ളോഗേഴ്സ് പോയി ഒത്തിരി ചുമ്മാ ഇങ്ങനെ സംസാരിക്കുക, അപ്പൊ വ്ളോഗ് എടുക്കുക, സംസാരിക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് കുറെ അധികം ഏൺ ചെയ്യുക ചോദിക്കുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ഇതിന് നല്ല പണിയുണ്ട്. നമ്മളിതൊരു വീഡിയോ എടുക്കണോ, എഡിറ്റ് ചെയ്യണോ, നമ്മളിതിനു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കണോ, ഇതൊക്കെ ശരിക്കും നല്ല പണിയാണ്. അപ്പൊ അവര് ഒരിക്കലും നമ്മളിങ്ങനെ ഒരു സുഖം എന്ന് പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ എനിക്ക് കുറെ അതിനെ കുറിച്ചുള്ള ബേസിക്കലി നല്ല ഇത് വേണം, അത്യാവശ്യം ഒരു പരിപട്ടിക വേണം തോന്നുന്നു. അല്ലാണ്ട് ഇതൊക്കെ നടക്കില്ല, എല്ലാവരും കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല ഇതൊക്കെ. അങ്ങനെ ഇനിയിപ്പൊ എന്നെ ഇപ്പൊ കാണുന്നത് ഏറ്റവും എന്റെ ലോക്കൽ വേഷത്തിലാണ്. ആദ്യമായിട്ട് തന്നെ എന്നെ കൂടെ ഞാൻ ഇങ്ങനെയാണോ അങ്ങനെ തന്നെ കാണിക്കാമെന്ന് കരയുന്ന സപ്പോർട്ടൊക്കെ എറിഞ്ഞിട്ട് എനിക്കിങ്ങനെ പറയാനുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്തന്നെ. ഞാൻ കൂളി ഗ്ലാസ് വെച്ചാണ് കേട്ടോ സവോള അരിയാടും. ഞങ്ങളൊക്കെ ഇങ്ങനെ അരിയെന്ന് പറഞ്ഞോളൂ. ഞാനിങ്ങനെ കടന്ന് കരയും. പാകം പുള്ളിക്കാരിയാണെങ്കിൽ ഇപ്പോൾ ഒരു ടീച്ചറൊക്കെയാണ്. അപ്പോൾ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഞാൻ വീട്ടിൽ വരാൻ പറഞ്ഞപ്പോഴേക്കും വന്ന് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര സ്നേഹം. എനിക്ക് ഭയങ്കര കാര്യമാണ്. നമ്മുടെ സവാള എനിക്ക് കഴിഞ്ഞു മുട്ടച്ചോറ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകും. പക്ഷെ ഇത് കാണിക്കാനായിട്ട് എന്ത് ചെയ്യും, കാണിക്കാൻ പറ്റണില്ല. പക്ഷെ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്ന ഡേറ്റ് അവസാനം ഉണ്ടാക്കിയ സാധനം കാണും. ഇതായിരിക്കും നടപടിയാവുള്ളൂ. മതി ഇതെന്താ പിടിക്കാനായിട്ട് അങ്ങനെ പിടിക്കാൻ കയ്യിലുണ്ടാവും. അത് ഞാൻ പിടിച്ചുതരാം. ഓ ഒരു ചെയ്യാന്ന് പറഞ്ഞു ഗൈസ്. അപ്പൊ നമ്മളിതില് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളിച്ചെണ്ണ ചൂടായി, സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ ഇതിൽ ഇടണം. ഓക്കെ, ഒരു പൊട്ടിത്തെറി ഉണ്ടാവൂല. ഇത് കാണിക്കണ്ടേ? ഉപ്പിട്ടു കുറച്ച് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അനാവശ്യമായോ? ഇല്ലില്ല, സോർട്ട് ചെയ്യണമെങ്കിൽ ഉപ്പ് ആവശ്യമുണ്ട്. ഉപ്പ് തൽക്കാലം ഇവിടെ വെക്കാണ്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. ഇളക്കി കഴിഞ്ഞ തക്കാളി നല്ലപോലെ സോർട്ടാണ്. ഇപ്പൊ സംഭവം ഏറെക്കുറെ വാടിയിട്ടുണ്ട്. ഇനി അടുത്തത് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾ ചാന്ത്. ഓക്കെ, ഇനി മുളക് പൊടി എരിവിനനുസരിച്ച് നല്ല എരിവുള്ള മുളക് പൊടി ഇച്ചിരി ഇടുന്നുള്ളൂ. പിന്നെ ചിക്കൻ മസാല, എല്ലാത്തിനും ചിക്കൻ മസാല ആഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ട്. സോ അതിടാൻ ഞാൻ പറഞ്ഞു. കുറച്ചൊക്കെ പുറത്ത് പോകണ്ട്, എന്നാലും കുഴപ്പമില്ല. കാശ്മീരി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ റെഡ് കളർ ചെയ്യണം. നമ്മള് നല്ലപോലെ വാടിയുണ്ട്. നമ്മുടെ മെയിൻ ചോറ് ഇടാറായി. അപ്പൊ മുട്ടയോ? മുട്ട ഞാൻ കലക്കൊക്കെ വെച്ചിട്ടുണ്ടാ. മുട്ട വയ്ക്കാം ഗൈസ്. മറ്റേ മുട്ടയിൽ നമ്മൾ വേറെ ഉപ്പിട്ടില്ലല്ലോ, ഒത്തിരി വേണ്ടി വരും. ഉപ്പുണ്ടോ ചോറുമ്പോഴോ?
വേണ്ട. റിസ്ക് എടുക്കണ്ട. ഉപ്പ് കൂടിയ അയ്യോ, അടി പിടിച്ചു. കൂടിയൊന്നും ലഭിച്ചില്ല. പറഞ്ഞ നമുക്ക് പിന്നെയും എന്തെങ്കിലും ചോറ് ചോറ് എന്തോ ചോറാണോ? നമ്മൾ നമ്മൾ ചോറിടാൻ പോവാണ് കേട്ടോ. ഇത് ഇതിൽ പിടിക്കാൻ പറ്റുമോ? അത് പിടിച്ചോ. ദൈവമേ പണിയായിട്ട് കുറച്ചാ. മൂപ്പരുത്തി വലിയ റോള് കളിച്ചതാണ്. ഇല്ല ഗൈസ്, സെറ്റായി എടുത്തു. എന്താന്ന് വെച്ചാൽ കയ്യില് ഭയങ്കര ചെറുതായി പോയി. ഈ സംഭവം ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. ഭംഗി മാത്രല്ല ഗൈസ്, ടേസ്റ്റും ഉണ്ട്. നല്ലതാ. കഴിച്ചു നോക്കിയിട്ട് പറയാം. യാ. സെറ്റായില്ലേ? ക്രാഫ്റ്റ് സെർവ് ചെയ്തിട്ട് ഞാൻ കാണിക്കാട്ടാ. പിന്നെ സംഭവം റെഡിയായി. ചാറും കേട്ടോ. സോ ഗൈസ്, നിങ്ങൾ കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് ഉണ്ടാവും ഉറപ്പാ. കഴിച്ചിട്ട് പറയാട്ടോ. കൊള്ളാം. നല്ലതാ. നല്ലതാ. ഉപ്പിടാൻ നന്നായി. കറക്റ്റ് ഉപ്പാ. നല്ലതാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി. നല്ല ഉം. എല്ലാം പക്ക. 20 ഞാൻ ആദ്യമായിട്ട് മുട്ടച്ചോറ് കഴിക്കണം കേട്ടോ. അതും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. കൊള്ളാം. നല്ല സാധനം. ഒരു കറിയും വീട്ടിലില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി. യെസ്. ഇപ്പൊ ഒരു റെസിപ്പി നിങ്ങൾക്ക് ആയില്ലേ, ഇവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ? അല്ലേ? ഞാനപ്പോ ഒരു കുക്കാന്ന് തെളിയിച്ചു ഗൈസ്. ആർക്കായി ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അധികം സംസാരിക്കില്ല കേട്ടോ. ബൈ ദ വേ. അപ്പൊ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാൻ. ഓക്കെ. ബൈ. ചട്ടി സംഭവം കാലിയായി. ഇഷ്ടമായി. അപ്പോൾ എന്താണ് ഇന്നത്തെ കൊട്ടി വ്ളോഗ്. ഞാൻ അടുത്ത വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതായിരിക്കും. വരാം. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഞ്ജന രാജേഷിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ബൈ.